നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവയ്പ്പിന്റെ ഭാഗമായി സിനിമയിൽ നിന്നും താൽക്കാലികമായി വിട പറയുന്ന വിജയുടെ കരിയറിലെ അവസാന ചിത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജനനായകൻ ജൂലൈ 23-ന് വൻ വരവേൽപ്പോടെയാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. റിലീസ് ദിവസം മുതൽ തന്നെ കടുത്ത ആവേശമാണ് ആരാധകരുടെ ഭാഗത്തു നിന്നും പ്രകടിപ്പിച്ചിരുന്നത്. ഈ ആവേശ തിരമാലകൾക്കിടയിലാണ് ചിത്രത്തിന്റെ പ്രദർശനം കാണാൻ വിജയുടെ ഭാര്യ സംഗീത സ്വർണലിംഗം എത്തിയെന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ അതിവേഗം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. നടി തൃഷയ്ക്കൊപ്പം അവരുടെ അമ്മ ഉമാകൃഷ്ണൻ തിയേറ്ററിലേക്ക് എത്തിയത് നേരത്തെ തന്നെ വൈറലായി മാറിയിരുന്നു. തൃഷയും വിജയും പ്രണയത്തിലാണെന്നുള്ള അഭ്യൂഹങ്ങൾക്കിടെയാണ് ആദ്യം വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും ഇപ്പോൾ വിജയുടെ അവസാന സിനിമയ്ക്കും തൃഷയുടെ സാന്നിധ്യം ഏറെ ശ്രദ്ധ നേടുന്നത്. വിജയെയും തൃഷയെയും വിവിധ അവസരങ്ങളിൽ ഒരുമിച്ച് കണ്ടിട്ടുള്ളതും മെയ് മാസത്തിൽ ചെന്നൈയിൽ നടന്ന വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തൃഷ പങ്കെടുത്തതും ഇത്തരം അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടിയിരുന്നതാണ്. എന്നാൽ ഈ ചടങ്ങിൽ വിജയുടെ ഭാര്യ സംഗീതയോ മക്കളോ പങ്കെടുത്തിരുന്നുമില്ല. വിജയും തൃഷയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പ്രചരണങ്ങളിൽ ഇരുവരും ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല. അതുപോലെ തന്നെ വിജയും സംഗീതയും തമ്മിലുള്ള വിവാഹമോചന വാർത്തകളിലും ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെയും ഇരുവരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഇതിനിടെ ജനനായകൻ കാണാൻ സംഗീത തിയേറ്ററിൽ എത്തിയെന്ന് അവകാശപ്പെടുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ്. ഈ വീഡിയോയിൽ മാസ്ക് ധരിച്ച് സംഗീത ഒരു തിയേറ്ററിന്റെ പാർക്കിംഗ് ഏരിയയിൽ കാറിൽ വന്ന് ഇറങ്ങുന്ന ചിത്രീകരണമാണ് കാണാൻ കഴിയുന്നത്. സംഗീത ജനനായകൻ കാണാൻ എത്തിയതാണ് എന്ന കുറിപ്പോടെയാണ് ഈ വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നത്. എന്നാൽ ഇത് സത്യമാണോ എന്നതിൽ ഇതുവരെയും വ്യക്തതകൾ വന്നിട്ടില്ല. അതേസമയം ആദ്യം ജനുവരി 9-ന് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന വിജയുടെ ജനനായകൻ സെൻസർ സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട നടപടികളിൽ വൈകിയതിനെ തുടർന്നാണ് ജൂലൈ 23-ന് തിയേറ്ററുകളിൽ എത്തിയത്. വിജയുടെയും സംഗീതയുടെയും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ചർച്ചയായിരിക്കെ വീഡിയോ അതിവേഗത്തിലാണ് ശ്രദ്ധ നേടിയിരിക്കുന്നത്. എന്നാൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ ജനനായകൻ സിനിമയുടെ ആദ്യ പ്രദർശനവുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് മറുവാദങ്ങൾ പറയുന്നത്. പഴയ വീഡിയോയാണ് പുതിയ സംഭവവുമായി ബന്ധപ്പെടുത്തി സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും പ്രചരിക്കുന്നത് എന്നൊരു പക്ഷവും പറയുന്നുണ്ട്. വിജയുടെ അവസാന ചിത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജനനായകൻ കാണാനാണ് അവർ തിയേറ്ററിലേക്ക് എത്തിയതെന്ന വാദത്തോടെയാണ് നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ പങ്കുവച്ചിട്ടുള്ളത്. വിജയുടെയും സംഗീതയുടെയും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ മാസങ്ങളായി പ്രചരിക്കുന്നതോടെയാണ് വീഡിയോ പുറത്തുവന്നത്. ഇതോടെ ഭർത്താവിന് പരസ്യ പിന്തുണ നൽകുവാനാണ് സംഗീത സിനിമ കാണാൻ എത്തിയതെന്ന തരത്തിലുള്ള പ്രചരണങ്ങളും വാർത്തകളും ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. വിജയുടെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾക്കുള്ള മറുപടിയായും ചിലർ ഈ ദൃശ്യങ്ങളെ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്നാൽ ജനനായകൻ എന്ന ചിത്രത്തിന്റെ പ്രദർശനത്തിൽ സംഗീത പങ്കെടുത്തതായി സ്ഥിരീകരിക്കുന്ന യാതൊരു തെളിവുകളും ഇതുവരെയും പുറത്തു വന്നിട്ടുമില്ല. ചിത്രത്തിലെ വീഡിയോ യഥാർത്ഥ പശ്ചാത്തലം വ്യക്തമാക്കാതെ പങ്കുവച്ച പഴയ ദൃശ്യങ്ങളാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ജൂലൈ 23-ന് ചിത്രം റിലീസ് ചെയ്തതിന് പിന്നാലെ സംഗീത സിനിമ കാണാൻ എത്തിയെന്ന തെറ്റായ ധാരണ സൃഷ്ടിക്കുന്ന തരത്തിൽ പഴയ വീഡിയോ പുതിയ സംഭവവുമായി ബന്ധിപ്പിച്ചാണ് സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചതത്രേ. ഇനി മാസ്ക് പ്രചരിച്ചിരുന്ന കാലത്താണ് ഈ വീഡിയോ എങ്കിൽ ഇത് കാണിക്കുന്ന വ്യക്തികളിൽ സംഗീത അല്ലാതെ മറ്റാരും മാസ്ക് ധരിച്ചതായി കാണുന്നുമില്ല. 2023-ലെ സംഗീതയുടെ ഒരു വീഡിയോ ആണ് പുതിയതെന്ന മട്ടിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശിവകാർത്തികേയനും സംവിധായകൻ ശങ്കറിന്റെയും മകൾ അതിഥി ശങ്കറും അഭിനയിച്ച മാവീരൻ എന്ന ചിത്രം കാണാനായി സംഗീത തിയേറ്ററിൽ എത്തിയപ്പോഴുള്ള വീഡിയോ ആണ് ഇതെന്നാണ് ഒരു ഭാഗം പറയുന്നത്. ശങ്കറും കുടുംബവുമായി സംഗീത അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. ശങ്കറിന്റെ മറ്റൊരു മകളായ ഐശ്വര്യയുടെ വിവാഹത്തിന് മകൻ ജെയ്സൺ സഞ്ജയ്ക്കൊപ്പം സംഗീത പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം വിജയുടെ ജനനായകൻ കാണാൻ സംഗീത എത്തിയതെന്ന അടിസ്ഥാനരഹിതമായ പ്രചാരണമാണെന്ന് തെളിയിക്കാനുള്ള തെളിവുകളായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംഗീതയുടെ തിയേറ്റർ സന്ദർശനം സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങളോ ഔദ്യോഗിക വിവരങ്ങളോ ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ പ്രചരണം തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രമുഖ താരങ്ങളുടെ സിനിമകൾ റിലീസ് ചെയ്യുന്ന വേളയിൽ അവരുടെ പഴയ ചിത്രങ്ങളും വീഡിയോകളും പുതിയ സംഭവങ്ങളായി ബന്ധപ്പെടുത്തി വീണ്ടും പ്രചരിപ്പിക്കുന്നത് പതിവാണ്. വിജയുടെ വ്യക്തിജീവിതത്തോടുള്ള ആരാധകരുടെ വലിയ താല്പര്യവും ചിത്രത്തിന്റെ റിലീസ് സമയവും ഈ വീഡിയോയ്ക്ക് കൂടുതൽ ശ്രദ്ധ ലഭിക്കുവാൻ കാരണമായിട്ടുണ്ട്. അതേസമയം വിജയും ഭാര്യ സംഗീത സ്വർണലിംഗവും തമ്മിലുള്ള വിവാഹമോചന കേസ് ഓഗസ്റ്റ് 7-ൽ പരിഗണിക്കാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. മറ്റ് സുപ്രധാന തീരുമാനങ്ങളോ ഇരുവിഭാഗം തമ്മിലുള്ള ഒത്തുതീർപ്പുകളോ ഇല്ലാതെയാണ് നേരത്തെ കേസിന്റെ വാദം പൂർത്തിയായിരുന്നത്. ഇരുവരുടെയും ഉയർന്ന പൊതു പ്രൊഫൈലും സുരക്ഷാ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി വീഡിയോ കോൺഫറൻസിംഗ് വഴി കോടതി നടപടികളിൽ പങ്കെടുക്കുവാൻ അഭിഭാഷകർ അനുമതി തേടിയെങ്കിലും കോടതി അത് ആവശ്യം തള്ളുകയായിരുന്നു. ഏപ്രിൽ 20-ന് കേസ് പരിഗണിച്ചപ്പോൾ ഹാജരാകാതിരുന്നതിനാൽ ഇരുവരുടെയും ഇമെയിൽ
ഇമെയിൽ ID നൽകണമെന്ന് കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നതാണ്. എന്നാൽ വീഡിയോ കോൺഫറൻസിനായുള്ള ഇമെയിൽ ID അപേക്ഷയിൽ ഇല്ലാതിരുന്നതും സംഗീതയുടെ അഭിഭാഷകൻ വക്കാലത്ത് ഫയൽ ചെയ്യാത്തതും പെറ്റീഷൻ തള്ളാൻ കാരണമായിരിക്കുകയായിരുന്നു. അതേസമയം വിജയുടെ അമ്മ മുൻകൈയെടുത്ത് പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചുവെന്നും ലണ്ടനിൽ നിന്നും സംഗീത തിരിച്ചെത്തിയെന്നുമുള്ള റിപ്പോർട്ടുകൾക്ക് ശക്തി പകരുന്നതാണ് ഈ നിയമപരമായ കാലതാമസങ്ങൾ എല്ലാം തന്നെ. സംഗീതയുടെ ഭാഗത്ത് നിന്ന് നടപടികൾ വേഗത്തിലാക്കാൻ നീക്കമില്ലാത്തത് വീണ്ടും ഒന്നിക്കുന്നു എന്നതിന്റെ സൂചനയായിട്ടാണ് ആരാധകർ കണക്കാക്കിയിരുന്നത്. വിജയ്ക്ക് ഒരു നടിയുമായി ബന്ധമുണ്ട് എന്ന് ആരോപിച്ച് സംഗീത കുടുംബ കോടതിയെ സമീപിച്ചതോടെയാണ് താരകുടുംബത്തിലെ പ്രശ്നങ്ങൾ പുറം ലോകത്തേക്ക് എത്തുന്നത്. തുടർന്ന് വിജയും നടി തൃഷ കൃഷ്ണനും തമ്മിലുള്ള അടുപ്പം എന്ന തരത്തിലുള്ള പ്രചരണങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ശക്തി പ്രാപിക്കുകയായിരുന്നു. 1999 വിവാഹിതരായ ഇരുവരും ഏകദേശം 3 പതിറ്റാണ്ടോളം നീണ്ട ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് വേർപിരിയുന്നു എന്ന വാർത്ത പുറത്തിലേക്ക് എത്തിയത്. ജെയ്സൺ സഞ്ജയ്, ദിവ്യ സാഷ എന്നിവരാണ് ഇരുവരുടെയും മക്കൾ. കഴിഞ്ഞ 2 വർഷത്തിലധികമായി സംഗീതയും മക്കളും വിജയ്ക്ക് ഒപ്പമല്ല താമസിക്കുന്നത്.